ഹായ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പനീർ ബുർജിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിവിടെ ഒരു 200 ഗ്രാം പനീർ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കാം. അപ്പോൾ അതിനുവേണ്ടി ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്കിങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മാറ്റാം. അപ്പോൾ ഞാൻ എല്ലാ പീസും എല്ലാം ഇങ്ങനെ ചെറിയ ചെറിയ പീസുകളാക്കിയിട്ട് മുറിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേഗം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓയിൽ നന്നായിട്ട് ചൂടായി വരട്ടെ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത് ചേർക്കാം. എന്നിട്ട് നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം. ഇപ്പോൾ സവാള നന്നായിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് ഇതുപോലെ മുറിച്ചിട്ട് ചേർക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതിനെ നന്നായിട്ട് ഒന്ന് സോട്ട് ചെയ്യാം. ഇപ്പം പച്ചമുളകും കുറച്ച് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് വീണ്ടും ഒന്നും കൂടി വഴറ്റാം. നന്നായിട്ട് വഴറ്റി ഈ പൊടികളെല്ലാം ഒന്ന് മൂത്ത് വരുന്ന ആ ഒരു രീതിയിൽ തന്നെ നമുക്കിത് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ചേർക്കാം. എന്നിട്ട് വീണ്ടും നമുക്കിതിനെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. നമ്മൾ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിട്ടില്ല. ഇനി ഉപ്പ് കൂടി ഇട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റാം. ഇപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്നിച്ചാക്കി വെച്ചിട്ട് ഇത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്യാം. ഇടയ്ക്ക് എടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും ഇതുപോലെ തന്നെ മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴത്തേക്ക് തക്കാളിയെല്ലാം നന്നായിട്ട് വെന്ത് കിട്ടും. ഒരുപാടങ്ങ് വെന്ത് ഉടഞ്ഞ് കിട്ടുമൊന്നുമില്ല, പക്ഷേ എന്നാലും ഒന്ന് നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇപ്പം നന്നായിട്ട് ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ചേർക്കുക. കറിവേപ്പില നിങ്ങളുടെ കയ്യിൽ കുറേ ഉണ്ടെങ്കിൽ കുറേ ചേർക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ മല്ലിയിലയാണുള്ളതെങ്കിൽ അത് ചേർത്താലും മതി. ഇനി നമുക്ക് നമ്മൾ നേരത്തെ അതായത് ചെറുതായിട്ട് നുറുക്കിയെടുത്ത് വെച്ചിട്ടുള്ള പനീർ ചേർക്കാം. പനീർ കംപ്ലീറ്റ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അപ്പോൾ 200 ഗ്രാം പനീറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് സമയം നന്നായിട്ട് വഴറ്റിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇങ്ങനെ വഴറ്റിയെടുത്ത് കഴിഞ്ഞ ശേഷം നമുക്കിത് എല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ആ സമയത്ത് ഇടയ്ക്ക് ഒന്ന് എടുത്തിട്ട് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും നമ്മൾ മൂടി വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പം ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടെല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കസൂരി മേത്തി, അതായത് ഡ്രൈ റോസ്റ്റിട്ട് കസൂരി മേത്തി ഇതിലേക്ക് പൊടിച്ച് ചേർക്കാം. ഈ കൈവെള്ളയിൽ വെച്ചിട്ട് ഒന്ന് ഞെരടിയിട്ട് ഇതിൽ ചേർത്താൽ മതി. എന്നിട്ട് വീണ്ടും നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ പനീറിൻ്റെ കൂടെ ഈ കസൂരി മേത്തി കൂടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ട് ഒന്നുകൂടി ഒതുക്കി വെച്ചിട്ട് നമുക്ക് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ് നേരത്തേക്ക് കുക്ക് ചെയ്യാം. അത് ലോ ഫ്ലെയിമിൽ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ നല്ല അടിപൊളി നല്ല സ്മെല്ലാണ്, അടിപൊളി സൂപ്പർ ടേസ്റ്റുമാണ്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബുർജി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ അതുപോലെ തന്നെ ചപ്പാത്തിയുടെ കൂടെ റൊട്ടിയുടെ കൂടെ അതുപോലെ തന്നെ ദോശയുടെ കൂടെ എല്ലാം നല്ല അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള വളരെ ഈസിയിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സൂപ്പറായിട്ടുള്ള റെസിപ്പിയായിട്ട് ഞാൻ അടുത്ത ദിവസം തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.